നമസ്തേ, എല്ലാവർക്കും ശുഭദിനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിരാത്രം അർത്ഥശൂന്യമാണോ എന്ന ചോദ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. യാഗങ്ങൾ നിരർത്ഥകമാണെന്ന അല്ലെങ്കിൽ മീനിങ്ലെസ് ആണെന്ന പ്രൊഫസർ ഫ്രിസ്റ്റാളിൻ്റെ അഭിപ്രായം നമ്മൾ കണ്ടു. തുടർന്ന് വൈദിക ഗ്രന്ഥങ്ങളിലും ക്രിയകളിലും കാണുന്ന 4 തരം അർത്ഥങ്ങളെക്കുറിച്ചും നമ്മൾ സൂചിപ്പിച്ചു. അതിയജ്ഞം, അതിദൈവതം, അധ്യാത്മം, അതിപ്രജം എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളെല്ലാം ഈ അതിരാത്രവുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ യാഗം എന്ന് പറയുന്ന പദ്ധതിക്കുണ്ട് എന്ന് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഒരു ഉദാഹരണം എടുത്തുകൊണ്ട് നമുക്ക് ഈ വിവിധങ്ങളായ അർത്ഥങ്ങളെ, അതായത് ഇപ്പം നമ്മൾ സംസാരിച്ച അർത്ഥങ്ങളെ നമുക്ക് പഠിക്കാൻ ശ്രമിച്ചു നോക്കാം. ഫ്രിസ്റ്റാള് ഏറ്റവും അധികം വിമർശന വിധേയമാക്കിയ അഗ്നിചയനം എന്ന യാഗക്രിയയാണ് നമുക്ക് ആദ്യം തന്നെ എടുത്ത് പരിശോധിക്കാൻ പറ്റിയ ഒന്ന്. എന്താണ് ഈ അഗ്നിചയനം? അതിരാത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങാണ് അഗ്നിചയനം. മന്ത്രപൂർവം നിശ്ചിത എണ്ണത്തിലും ആകൃതികളിലും അളവുകളിലുമുള്ള ഇഷ്ടികകളെ പല നിരകളിലായി അടുക്കി വെച്ച് ഗരുഡൻ തുടങ്ങിയ ആകൃതികളിലുള്ള നിർമ്മിതികൾ കെട്ടിപ്പടുക്കുന്ന ചടങ്ങാണ് അഗ്നിചയനം. അപ്പോൾ ഈ ചടങ്ങിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം കഠോപനിഷത്തിലെ നചികേതസിൻ്റെ കഥയാണ്. വാർദ്ധക്യത്തെയും മരണത്തെയും ഒക്കെ മറികടക്കാനുള്ള അഗ്നിരഹസ്യം എന്ന നിലയിൽ സാക്ഷാൽ യമദേവൻ നചികേതസിനെ ഉപദേശിക്കുന്നത് അഗ്നിചയനം എന്ന ക്രിയയാണ്. നോക്കൂ, ഒന്നാമതായി നിരർത്ഥകമായ ഒരു യാഗക്രിയയ്ക്ക് ഉപനിഷത്ത് ഇത്രയധികം പ്രാധാന്യം നൽകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഉപനിഷത്ത് ആര് ചിന്തിക്കുമ്പോഴും പറയുന്നത് ഉപനിഷത്ത് വളരെ സാരവത്തായ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഉപനിഷത്തുക്കളിൽ വളരെ കൃത്യമായി ഈ യാഗക്രിയയ്ക്ക് ഒരു വില അല്ലെങ്കിൽ ഒരു മൂല്യം കൽപ്പിച്ചത് നമ്മൾ കാണുന്നുണ്ട്, ഒരു അർത്ഥം കൽപ്പിച്ചതായി കാണുന്നുണ്ട്. രണ്ടാമതായി, മരണത്തെ പോലും അതിവർത്തിക്കാനുള്ള വിദ്യയായി അവതരിപ്പിക്കുന്ന ഈ ക്രിയ എങ്ങനെയാണ് നിരർത്ഥകമെന്ന് പറയുന്നത്? അത് പ്രഥമദൃഷ്ട്യാ തന്നെ എന്താണ്? വിരോധാഭാസമാണ്. ശുക്ലയജുർവേദീയമായ ശതപഥ ബ്രാഹ്മണത്തിൽ അഗ്നിചയനത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരുന്നതിനായിട്ട് ഒരു കാണ്ഡം തന്നെ ഉണ്ട് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? ഒരു എൻറ്റയർ ചാപ്റ്റർ. 10ാം കാണ്ഡത്തിൻ്റെ പേര് തന്നെ അഗ്നി രഹസ്യം എന്ന് പറയുന്നതാണ്. ഈ കാണ്ഡത്തിലെ ഒരു ഭാഗം ഉദാഹരണമായിട്ട് നമുക്കെടുക്കാം. അതായത് ശതപഥ ബ്രാഹ്മണത്തിലെ 10ാം കാണ്ഡത്തിലെ 4ാം അധ്യായത്തിലെ 3ാം ബ്രാഹ്മണത്തിലെ 3 മുതൽ 12 വരെ ഖണ്ഡികകളുടെ മലയാള അർത്ഥം അതേപടി ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരാം. ആ ദേവന്മാർ അന്തകനും മൃത്യുരൂപനുമായ സംവത്സര പ്രജാപതിയെ ഭയപ്പെട്ടു. ഈ പ്രജാപതി അഹോരാത്രങ്ങളിലൂടെ പകലും രാത്രിയും കൊണ്ട് ഞങ്ങളുടെ ആയുസ്സിൻ്റെ അന്ത്യം വരുത്തുമോ എന്നതായിരുന്നു അവരുടെ ഭയം. ആ ഭയത്താൽ അവർ വിവിധ യജ്ഞങ്ങളെ അനുഷ്ഠിച്ചു. അഗ്നിഹോത്രം, ദർശപൂർണമാസങ്ങൾ, ചാതുർമാസ്യങ്ങൾ, പശുബദ്ധം, സോമയാഗം എന്നിവയൊക്കെ ചെയ്തു. എന്നാൽ ഈ യജ്ഞങ്ങൾ അനുഷ്ഠിച്ചിട്ടും അവർക്ക് അമരത്വം അല്ലെങ്കിൽ അമൃതത്വം കിട്ടിയില്ല. പിന്നീട് അവർ അഗ്നിചയനം നടത്തി. അവർ അളവറ്റ പരിശ്രുതുകളും, അതായത് ചുറ്റും വയ്ക്കുന്ന കല്ലുകൾ, യജുഷ്മതികളും, മന്ത്രത്തോടു കൂടിയ ഇഷ്ടികകളെയാണ് യജുഷ്മതികൾ എന്ന് വിളിക്കുന്നത്. ലോകംബ്രണകളും, അതായത് സാധാരണ ഇഷ്ടികകളും വെച്ച് പടുത്തു. ഇന്നത്തെ കാലത്ത് ചിലർ ചെയ്യുന്നത് പോലെ അളവില്ലാതെയാണ് അന്ന് ദേവന്മാരും അത് ചെയ്തത്. അതുകൊണ്ട് അവർക്ക് അമരത്വം ലഭിച്ചില്ല പോലും. അമരത്വം ആഗ്രഹിച്ച് അവർ സ്തുതിച്ചും ശ്രമം ചെയ്തും പോന്നു. അപ്പോൾ പ്രജാപതി അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ രൂപങ്ങളെ പൂർണ്ണമായി അടുക്കി വയ്ക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾ അളവിൽ കൂടുതൽ വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അളവ് കുറഞ്ഞാണ് വയ്ക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ അമരന്മാരാകാത്തത് എന്ന്. അപ്പോൾ ദേവന്മാർ പറഞ്ഞു, എങ്കിൽ നിൻ്റെ രൂപങ്ങൾ എപ്രകാരമാണ് പൂർണ്ണമായി വെക്കേണ്ടതെന്ന് നീ തന്നെ ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറയണം. അപ്പോൾ പ്രജാപതി പറഞ്ഞു, 360 പരിശ്രുതുകൾ വയ്ക്കുക, 360 യജുഷ്മതികൾ വയ്ക്കുക, അതിനു മുകളിൽ 36 കൂടി വയ്ക്കുക, 36 കൂടി വെക്കുക, പിന്നീട് 10800 ലോകംബ്രണകൾ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ എല്ലാ രൂപങ്ങളെയും അടുക്കി വെച്ചവരായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ അമരന്മാരാകും.
ദേവന്മാർ അതുപോലെ ചെയ്തു. അതിലൂടെ ദേവന്മാർ അമരന്മാരായി തീരുകയും ചെയ്തു. അപ്പോൾ മൃത്യു അഥവാ മരണം ദേവന്മാരോട് ചോദിച്ചു അത്രേ, ഇങ്ങനെ എല്ലാ മനുഷ്യരും അമരന്മാരായാൽ എനിക്ക് പിന്നെ എന്ത് ഭാഗമാണ് ലഭിക്കുക? അപ്പോൾ ദേവന്മാർ പറഞ്ഞു, ഇനിമേൽ ആരും ശരീരത്തോടെ അമരന്മാരാകില്ല. നീ നിന്റെ ഭാഗമായി ശരീരം എടുത്തു കഴിയുമ്പോൾ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് അമരനായിട്ട് സ്വാഭാവികമായി തീർന്നുകൊള്ളും. ഒന്നുകിൽ വിദ്യ കൊണ്ടോ അല്ലെങ്കിൽ കർമ്മം കൊണ്ടോ അവർ അമരന്മാരായി തീരും. അപ്പോൾ ദേവന്മാർ ചോദിച്ചു, വിദ്യയാലോ കർമ്മത്താലോ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? കാരണം അഗ്നി തന്നെയാണ് വിദ്യയും അഗ്നി തന്നെയാണ് കർമ്മവും. ഇതെല്ലാം അവിടെ പറയുന്ന ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. ഈ രഹസ്യം അറിയുന്നവർ അഥവാ ഈ കർമ്മം ചെയ്യുന്നവർ മരണശേഷം വീണ്ടും ജനിക്കുന്നു. അവർ ജനിക്കുമ്പോൾ തന്നെ അമരത്വത്തിലേക്ക് ജനിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതറിയാത്തവരും ഈ കർമ്മം ചെയ്യാത്തവരും മരണശേഷം വീണ്ടും ജനിക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും മൃത്യുവിൻ്റെ മരണത്തിൻ്റെ ഭക്ഷണമായിട്ട് മാറുന്നു. ഒരാൾ അഗ്നിചയനം ചെയ്യുമ്പോൾ അവൻ അന്തകനും മൃത്യുവും സംവത്സരവും പ്രജാപതിയുമായ ആ അഗ്നിയെ തന്നെയാണ് പ്രാപിക്കുന്നത്. ദേവന്മാർ എപ്രകാരം അഗ്നിയെ അടുക്കി വെച്ചുവോ അപ്രകാരം തന്നെയാണ് അവനും ഇത് ചെയ്യുന്നത്. പരിശ്രുതുകളിലൂടെ അവൻ രാത്രികളെ പ്രാപിക്കുന്നു. യജുഷ്മതികളിലൂടെ പകലിനെയും അർദ്ധമാസങ്ങളെയും മാസങ്ങളെയും ഋതുക്കളെയും പ്രാപിക്കുന്നു. ലോകംഭ്രണങ്ങളിലൂടെ അവൻ മുഹൂർത്തങ്ങളെയും പ്രാപിക്കുന്നു എന്ന് ശതപഥ ബ്രാഹ്മണത്തിൽ പറയുകയാണ്. നോക്കൂ, ഏറെ രഹസ്യാത്മകമായിട്ടുള്ളൊരു ആഖ്യാന കഥയാണിത്, ഒരാഖ്യാനമാണിത്. ഇതിൻ്റെ വിപുലമായ അർത്ഥതലങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ പഠിക്കേണ്ടതുണ്ട്. അത് അടുത്ത ദിവസം തുടരാമെന്ന് തോന്നുന്നു. കാരണം ഇത് തന്നെ വളരെ സങ്കീർണമായ ഒന്നാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.